അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ഗനിയ്യ് എന്നത്. ഐശ്വര്യവാൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 1060 പരിശുദ്ധ ഖുർആനിൽ 18 തവണയാണ് ഇത് വന്നിട്ടുള്ളത്. ദാത്തിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും മറ്റൊരു വസ്തുവിലേക്കും ആവശ്യമില്ലാത്തവൻ. കാരണം മറ്റൊരു വസ്തുവിലേക്ക് ആവശ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയാണ്. ആ പോരായ്മ ഒരിക്കലും അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. എല്ലാ സൃഷ്ടികളിൽ നിന്നും ഐശ്വര്യവാൻ, മറ്റൊരു വസ്തുവിലേക്കും ഒരു നിലക്കും ആവശ്യമാകലിൽ നിന്ന് പരിപൂർണമായി ഒഴിവായവൻ. അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ, അള്ളാഹു ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ പരിപൂർണമായ നിലക്ക് നടപ്പിൽ വരുത്തുന്നവൻ. അള്ളാഹുവിന് മറ്റൊരു വസ്തുവുമായി ദാത്തിലോ വിശേഷണങ്ങളിലോ ഒരു നിലക്കുള്ള ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, മറ്റു വസ്തുക്കളോടുള്ള ബന്ധങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധവാനാണ്. മറ്റു വസ്തുക്കളിലേക്ക് ആവശ്യമുള്ള ഏതൊരു സാധനവും ഫഖീർ എന്നാണ് പറയപ്പെടുക. ഫഖീറിൻ്റെ നേരെ വിപരീതമാണ് ഗനിയ്യ്. എല്ലാ വസ്തുക്കളെ തൊട്ടും എല്ലാ കാര്യങ്ങളിലും എല്ലാ നിലക്കും ഐശ്വര്യമായവനാണ് അള്ളാഹു. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഗനിയ്യ്, ഐശ്വര്യവാൻ എന്ന ഒരു തിരിച്ചറിവിലേക്കൊരു മനുഷ്യനെത്തിയാൽ മറ്റെല്ലാ വസ്തുക്കളെ തൊട്ടും അവൻ അള്ളാഹുവിനെ കൊണ്ട് ഐശ്വര്യമാവുകയും അവൻ്റെ സർവ്വകാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയും എപ്പോഴും ഏത് കാര്യത്തിലും അള്ളാഹുവിലേക്ക് ഒരു ഫഖീറായി, ആവശ്യക്കാരനായി അവൻ നിലകൊള്ളുകയും ചെയ്യും. ഈ മഹത്തായ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തൽ, എപ്പോഴും അള്ളാഹുവിലേക്ക് ഫഖറുത്തരം വെളിവാക്കുക, താൻ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എപ്പോഴും ആവശ്യമായവനാണ്, സൃഷ്ടാവിനെ തൊട്ട് ഐശ്വര്യമായി അല്ലെങ്കിൽ സൃഷ്ടാവിലേക്ക് ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ ഒരിക്കലും എനിക്ക് ആകാൻ സാധ്യമല്ല എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തലാണ് ഇസ്മു കൊണ്ട് തഅല്ലുഖ് ആകുന്നതിൻ്റെ, ബന്ധമാകുന്നതിൻ്റെ അടയാളം. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാൻ, പൂർത്തീകരിച്ചു കൊടുക്കാൻ നീ പരിശ്രമിക്കുക. നീ എപ്പോഴും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവനായി ജീവിക്കുമ്പോൾ തീർച്ചയായും എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളും അള്ളാഹു നിന്നിൽ ചൊരിഞ്ഞു തരും. നിന്നിലേക്ക് ചൊരിഞ്ഞു കിട്ടുന്ന ഐശ്വര്യങ്ങൾ, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ വീട്ടാൻ നീ പരിശ്രമിക്കുക. ജനങ്ങളുടെ കൈകളിലുള്ള സമ്പാദ്യങ്ങളെ തൊട്ട് നീ അകന്ന് നിൽക്കുന്നവനാവുക. അല്ലെങ്കിൽ ജനങ്ങളിലുള്ള സമ്പത്തിനെ തൊട്ട്, അവരുടെ സമ്പാദ്യങ്ങളെ തൊട്ട്, അവരുടെ കൈവശമുള്ളതിനെ തൊട്ട് നീ ആശ വെക്കാതിരിക്കുക. നീ പ്രപഞ്ചത്യാഗിയാവുക. നിന്റെ ഹൃദയം സമ്പത്തിനോട് ബന്ധം ഇല്ലാതിരിക്കുക എന്നതാണ് പ്രപഞ്ചത്യാഗം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ പ്രപഞ്ചത്യാഗിയാണ്, സാഹിദാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിന് ദുന്യാവുമായി അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധം ഇല്ല എന്നതാണ്. അല്ലാതെ അവന് സമ്പത്ത് ഇല്ലാതിരിക്കലാണ് സുഹൃദ് എന്ന് തെറ്റിദ്ധരിച്ചവർ ഉണ്ട്.
ഒരു സാഹിദാണ് എങ്കിൽ അവന് സമ്പാദ്യം ഇല്ലാതിരിക്കണം എന്ന് ഒരിക്കലും ഇല്ല. ഏറ്റവും വലിയ സാഹിദുകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനരാണ് ഗൗസ് മുഹിയുദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്നാൽ മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു. പക്ഷേ തനിക്ക് അറ്റമില്ലാത്ത സമ്പത്തുണ്ടായിരുന്നുവെങ്കിലും ആ സമ്പത്തുമായി അവരുടെ ഹൃദയത്തിന് ബന്ധം ഉണ്ടായിരുന്നില്ല. സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാകലല്ല, മറിച്ച് മനസ്സിൻ്റെ സംതൃപ്തിയാണ്, ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഈ നിലക്കൊക്കെയാണ് ഈ ഇസ്മുമായി സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തി ഇതിനെ ധാരാളമായി നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും ആഫിയത്ത് ഉണ്ടാകാൻ, ആരോഗ്യം ഉണ്ടാകാൻ സഹായകമാകും. ഒരു രോഗിയുടെ മേലിലോ അല്ലെങ്കിൽ ശാരീരികമായ പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയുടെ മേലിലോ ഇതിൻ്റെ അബ്ജദിയത്ത് പ്രകാരം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല ആ പരീക്ഷണത്തെ അല്ലെങ്കിൽ ആ രോഗത്തെ ഇല്ലായ്മ ചെയ്യും എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്താണ് ഗനിയ് എന്നത്. അതുപോലെ ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, പിശാചുകളെ ആരാധിക്കാത്ത, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് അവന് എത്താൻ കഴിയും. അള്ളാഹുവാണ് നിരുപാധികമുള്ള ഐശ്വര്യവാൻ എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് അവൻ എത്താൻ കഴിയും. അപ്പോൾ അവൻ പിശാചിൻ്റെ പാതകളിൽ സഞ്ചരിക്കുന്നതിനെ തൊട്ട് ഒഴിവാവുകയും പൈശാചിക ശക്തികൾക്ക് ആരാധനകൾ അർപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവനിൽ നിന്ന് അവൻ ഇല്ലാതെയാക്കുകയും ചെയ്യും. അതുപോലെ ഖൈറിൻ്റെ മാർഗങ്ങളിലൊക്കെ ധാരാളമായി ചിലവഴിക്കുന്നവനാകും. അതുപോലെ തന്നെ ഈ ഇസ്മ ധാരാളം ചൊല്ലുമ്പോൾ ധനികനാകും, സൗഭാഗ്യങ്ങൾ നമ്മിലേക്ക് എത്തിപ്പെടും, അധികാരികൾക്ക് നമ്മളോട് മനസ്താപമുണ്ടാകും. ഇങ്ങനത്തെ കുറേ ഗുണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ.